നിങ്ങൾക്ക് ഒരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ചെന്നിട്ട് നിങ്ങൾക്കൊരു ഹാർഡ് കോപ്പി കൊടുത്തുകൊണ്ട് പൗരത്വം നേടാൻ കഴിയില്ല. ഇതിനൊരു പോർട്ടൽ തുറക്കുകയും ആ പോർട്ടലിലൂടെ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഒരു പെർസിക്യൂഷൻ നേരിടുന്ന പാകിസ്ഥാനി ഹിന്ദു ആണ് എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് പോകേണ്ടതില്ല. ഞാൻ നേരെ ഈ വെബ്സൈറ്റിൽ കയറി, ഈ പോർട്ടലിൽ കയറി എൻ്റെ വിവരങ്ങൾ പറഞ്ഞാൽ മതി, എനിക്ക് പൗരത്വം ലഭിക്കുന്നു എന്നുള്ളതാണ്. എനിക്കൊരു വിവരവും എനിക്കൊരു ഡോക്യുമെൻറ്റും ഹാജരാക്കേണ്ടതില്ല. പക്ഷേ എൻ്റെ വിവരങ്ങൾ കൊടുത്താൽ എനിക്ക് പൗരത്വം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ 3 തലത്തിൽ ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം. 2, സംസ്ഥാനങ്ങളുടെ പ്രതിഷേധം. വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ പ്രതിഷേധിച്ചിട്ടുള്ളൂ. അതിലൊന്നാണ് കേരളം. ആദ്യത്തേതാണ് കേരളം. പിണറായി വിജയനാണ് ആദ്യം പറഞ്ഞത് പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന്. മൂന്നാമത്തേത് കോടതി എന്നുള്ളത്. മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കോടതിയിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനെയൊക്കെ മറികടക്കുന്നത്, ഇപ്പോൾ കോടതിയെ മറികടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ 370 കണ്ടിട്ടുള്ളതാണ്. കോടതിയെ ആ നിലയിലല്ല നമ്മൾ കാണുന്നത്. ജുഡീഷ്യറി ഉചിതമായ തീരുമാനമെടുക്കട്ടെ, നമുക്ക് ആ ഘട്ടത്തിൽ വിധിന്യായം വരുമ്പോൾ പറയുക എന്നുള്ളതല്ലാതെ അതിനു മുമ്പ് നമുക്ക് ജുഡീഷ്യറി ആകെ വിമർശിക്കാൻ കഴിയില്ല.